ഹലോ ഗായ്സ്, അക്ഷരയാണ്. നമ്മുടെ പണ്ടത്തെ കാലത്ത് നിന്നും ഇപ്പോഴത്തെ കാലത്തേക്ക് ഒരുപാട് ചേഞ്ച് ആയ ഒരു വിഷയമാണ് സെപ്പറേറ്റഡ് ആവാൻ. ഞാനൊരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ ആൾക്കാർ പറഞ്ഞ് ഒക്കെ സഹിച്ച് ജീവിക്കുക, അതിപ്പോൾ എത്ര ടോക്സിക് റിലേഷൻഷിപ്പ് ആയാലും സഹിച്ച് ജീവിക്കുക, അത് ചെയ്യുക എന്ന് പറയുന്ന കാലം ഒക്കെ മാറി. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റണില്ലേ, അതിപ്പോൾ ടോക്സിക് ആവണമെന്നില്ല. നമ്മൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന കാരണമായിരിക്കുമല്ലോ എന്ത് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ജനറേഷൻ ഒരുവിധമൊക്കെ നന്നായി മാറി ചിന്തിച്ചു തുടങ്ങി. അതൊരു നോർമൽ കേസ് പോലെ ആയി തുടങ്ങി. ഞാനിങ്ങനെ സെപ്പറേറ്റഡ് ആയ കാര്യമൊക്കെ നാട്ടിലൊക്കെ ഒരുവിധമൊക്കെ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അറിഞ്ഞൊരു അമ്മാമ എൻ്റെ അടുത്ത് വന്നിട്ട് ആള് പറഞ്ഞു, നിനക്ക് പറ്റണില്ലേ മോളെ, സാരില്ലേ പോട്ടെ, നമുക്ക് ഇതൊന്നല്ലല്ലോ ഏറ്റവും വലിയ കാര്യം, മോളൊരു നല്ല ജോലി വാങ്ങിച്ച് നല്ല രീതിയിൽ സെറ്റിൽ ആവാൻ നോക്കുക, അത്യാവശ്യം പഠിപ്പുണ്ടല്ലോ, അല്ലാതെ എന്താ പറയുക നീ സഹിച്ച് ജീവിക്കേ എന്ന് പറഞ്ഞ് പിന്നെയും അങ്ങോട്ട് വിടണ ഇതായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതായിരുന്നു ഇന്ന് മെയിൻലി വീഡിയോ ഇടാൻ കാരണം.